ഹലോ ഗായ്സ്, നമുക്ക് അങ്ങനെ ഗർഭ കാണാം. ഗർഭം എന്ന് വെച്ചാൽ ടെസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ലേഡീസ് എല്ലാവരും ജെൻസും എല്ലാവരും തമ്മിൽ ഒരു പ്രത്യേക ഡാൻസ് ഉണ്ട്. അതിൻ്റെ നമുക്ക് കാണാൻ പോവാം. ബൈ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലോട്ട്. ഈ കാണാണ് മാഹി ദീദി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേറ്റായി. ബാക്കിലുള്ളതാണ് നസ്മ. ഞങ്ങൾ അവിടെ എത്തി. ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും അവിടെ ചെറിയ പാട്ടും ബഹളം കാര്യങ്ങളെല്ലാം. ഈ മഴ പെയ്തതിൻ്റെ ഇതാണ് കേട്ടോ, ഈ ചളിയും വെള്ളമെല്ലാം. അത് കുറച്ച് ഇറങ്ങിപ്പോകാൻ കുറച്ച് ലേറ്റാവും. ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്, കുറച്ച് മെല്ലെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി എല്ലാം കഴിഞ്ഞു. പ്രസാദമൊക്കെ തന്നു, അതെല്ലാം കഴിച്ചു. കുഞ്ഞു പിള്ളേരാണെങ്കിൽ കളിക്കാനൊക്കെ തുടങ്ങി. മറ്റേ സ്റ്റിക്കെല്ലാം വെച്ച് കളിക്കാനൊക്കെ തുടങ്ങി. അമ്മമാരാണെങ്കിൽ സെൽഫീസിൻ്റെ പിന്നാലെ ഇവരുടെ ഓർണമെൻറ്റ്സും ഡ്രസ്സെല്ലാം കണ്ട ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനൊന്ന് ഫോട്ടോ എടുത്തപ്പോൾ അവരെന്നെ പിടിച്ച് അവർ പേഴ്സണൽ ഫോട്ടോഗ്രാഫറാക്കി. അത് കഴിഞ്ഞത് ഡാൻഡിയ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഡാൻഡിയ ഡാൻസ്. നല്ല രസമാണ്, കോലൊക്കെ വെച്ച് കളിക്കുന്നത് പ്രത്യേക ഡാൻസ്. അത് കഴിഞ്ഞതും ഗർഭ ഡാൻസ് തുടങ്ങി. ഈ കാണുന്നത് ഗർഭ ഡാൻസ്, ഒരു പ്രത്യേക പാട്ടും അതിനനുസരിച്ചിട്ട് പറ്റുന്നൊരു സ്റ്റെപ്സും. ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, ഇങ്ങനെ ഒരു ഡാൻസും പാട്ടും എല്ലാം. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതും വേറൊരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കണ്ടിരിക്കാനും കേൾക്കാനും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും നല്ല രസമുള്ള പാട്ടൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ, ഇത് കുറച്ച് വലിയ പരിപാടിയാണ് കേട്ടോ, ഇനി തീർന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദൈവത്തിനെ ഒന്നും കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി. ഈ കാണുന്നതാണ് അമ്പലം. നമ്മളുടെ കേരളത്തിൽ വെച്ച് എൻ്റെ ഡിഫറെൻ്റ് ആണ് പ്രതിഷ്ഠയും കാര്യങ്ങളും എല്ലാം. പിന്നെ ബട്ട് അവരുടേതായ ഒരു രസമുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.